ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാ അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്, അപ്പോൾ ഇന്ന് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യം തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് പൊറുക്കിങ്ങാണ്ട് നല്ല വൃത്തിക്ക് അങ്ങോട്ട് അടിച്ചു വാരി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ മഴൻ്റെ അവസ്ഥയ്ക്ക് എന്താണെന്ന് ഒന്ന് പറയേണ്ടി. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതാ വേഗം കൊലായി ഒന്ന് അങ്ങോട്ട് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഇവിടെ നമ്മൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പൂച്ച നല്ല പോലെ കയറുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പൂച്ചേൻ്റെ കാലിൻ്റെ അടയാളങ്ങളൊക്കെ നല്ല പോലെ ഉണ്ട്. അപ്പോൾ എന്നും ഡെയിലി രാവിലെ തന്നെ അങ്ങോട്ട് തുടച്ചിടലാണ് കേട്ടോ. നമ്മൾ തുടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ പൂച്ച പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞ് ഉടനെ തന്നെയാണ് വേഗം തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വല്ലാതെ മാറാല അങ്ങനെ ഇല്ല. കാരണം ഞാൻ ഡെയിലി അടിച്ചു വാരുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്ത് പോകണോണ്ട് അത്ര വലിയ മാറാലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്നിട്ട് അടുത്ത പണി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങിന് നിൽക്കുന്നതിന് മുന്നായിട്ട് നമ്മളെ കിച്ചണിൽ ഏകദേശം പണികൾ തീർക്കും. ഡീപ്പായിട്ട് ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ വിശക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വിശപ്പ് അകറ്റാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് വെളിച്ചത്തിന് ഒരു കുറവ് കാണുന്നത്. അപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ ഒരു മന്തി റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഞാൻ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിലും പിന്നെ കുറച്ച് വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ തട്ടിക്കൂട്ടൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചിക്കന് നല്ലപോലെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് ഓവർ ഫ്രൈ ആവാത്ത രീതിയിലാണ് കേട്ടോ. റൈസും അതുപോലെ ചിക്കനും ഒരുമിച്ചങ്ങാണ്ട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ബേക്ക് പറയാം. പിന്നെ ഇതാ മന്തി മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചിക്കന് മസാല ചെയ്ത സമയത്ത് അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഒരു പാനിൽ ഞാൻ ഇതാ നന്നായിട്ട് അരിയൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നല്ലപോലെ ചോറൊക്കെ വെന്ത് വന്നതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് ഇതേപോലെ ചിക്കൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിടുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു 4-5 പ്രാവശ്യം ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ റൈസും കാര്യങ്ങളൊക്കെ ചേർത്ത് ലാസ്റ്റ് ഇതിന് മുകളിൽ പച്ചമുളക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കണലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മന്തിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് മന്തി മസാലയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മന്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് മന്തി റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സിമ്പിളാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മന്തി നമുക്ക് ആയി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അതവിടെ കുക്ക് ചെയ്തതിന് ശേഷമാണ് നേരെ റൂമിലേക്ക് വരുന്നത് കേട്ടോ. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തുറന്നിടാം. നമ്മൾ ഈ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനാല അതുപോലെ ഫാന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലപോലെ തുടച്ച് മറയിലേക്ക് തട്ടിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ജനൽ നന്നായിട്ട് കേകിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കേകിയെടുക്കാൻ, ഒരു വെയിലൊക്കെ വന്നിട്ട് കേകിയെടുക്കാമെന്നുള്ളൊരു മട്ടിനാണ്. ജസ്റ്റ് മാറാലേക്ക് ഒന്ന് തട്ടി പോകാമെന്നാണ് കേട്ടോ. കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടാൻ നല്ലൊരു ഇതായിരിക്കും. പിന്നെ അകത്ത് നല്ലപോലെ വെള്ളമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ മാറാലകളും കാര്യങ്ങളൊക്കെ തട്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുറത്ത് നല്ലപോലെ തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ശക്തിയായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം വന്നിട്ട് ഫാനും കൂടി ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പുറത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം 2 ദിവസമായിട്ടുള്ളൂ ബെഡ്ഷീറ്റ് പുതിയത് വിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതന്നെ ഇട്ട് കൊടുക്കാമെന്നുള്ള ഒരു മട്ടിലായിരുന്നു കേട്ടോ ഞാൻ. അതിന് ശേഷം ഇതാ വേഗം വന്നിട്ട് നമ്മുടെ ഈ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റഡി ടേബിളാണ് കേട്ടോ. ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കുറച്ച് മാറാലും അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നീക്കിങ്ങാണ്ട് അവിടെ അടിച്ചു വാരിയിട്ടു. ലാസ്റ്റ് ഇനി ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം കേട്ടോ. അധികം ഞാനാണ് കേട്ടോ ഇവിടെ ഇരുന്ന് എഴുതലും ബുക്ക് വായിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ എന്താ ചുമരുമേൽ അത്യാവശ്യം നല്ല പോലെ മാറാല ഉണ്ടായിരുന്നു. ആ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ആയിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം.
എനിക്ക് സത്യം പറഞ്ഞാലേ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഒഴിവാക്കേണ്ടത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഒഴിവാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുന്നുകൂട്ടുന്നതിന് പകരമായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് ഡീപ്പായിട്ടും ക്ലീൻ ചെയ്തിട്ട് പോരുക കേട്ടോ. ഡെയിലി നമ്മളെ അടിച്ചു വാരി തുടച്ചിങ്ങാണ്ട് ഇങ്ങനെ പോരുമായിരിക്കും. പക്ഷെ ഡീപ്പായിട്ട് അവിടെ ഇവിടെയൊക്കെ മാറാലുണ്ടാവും. ഇപ്പോൾ ഇതാ ഈ ഒരു ടേബിളിൻ്റെ ഉള്ളിൽ വരെ മാറാലുണ്ടോ എന്നുള്ളതൊന്നൊക്കെ നോക്കി അതൊക്കെ തട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് പോരുന്നത്. പിന്നെ ഈ മഴ ആയതുകൊണ്ടാണ് ഞാൻ ഈ ജനലും കാര്യങ്ങളും ഒന്നും തുടക്കാതെ പൊടി മാത്രം തട്ടി ഒഴിവാക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു പ്ലാന്റ് വെക്കുന്നുണ്ട്. ആ പ്ലാന്റിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചൊരു പൊടിയും മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഈ ഒരു ടൈമിൽ തട്ടിയിട്ട് അവിടെ നമ്മൾ എടുത്ത സാധനങ്ങളുണ്ടല്ലോ അത് നമ്മൾ തട്ടി അടിച്ചു വാരി കഴിഞ്ഞാൽ അതേ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വെക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്ക് നമുക്ക് ഓവറായിട്ട് പണികൾ തോന്നാത്ത രീതിയിൽ വേണം നമ്മളെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഡൈനിങ് ഹാളിലൊക്കെ അടിച്ചു വാരിയപ്പോഴേക്കും എനിക്ക് കട്ടിലിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ കിട്ടിയ സംഭവങ്ങളാണ് കേട്ടോ. മക്കളെ ടോയ്സ്, ചെരുപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ എത്ര ഡെയിലി ക്ലീൻ ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. കാരണം മക്കളുള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ എന്താ പറയുക ടേബിളിൻ്റെ അടിയിലത്തൊക്കെ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷേ കട്ടിലിൻ്റെ ചുവട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണൂല കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി അടിച്ചു വാരി പോരുന്ന സമയത്ത് ഡീപ്പായിട്ട് ചെയ്യുമ്പോഴേ ഇതൊക്കെ കാണുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ടേബിൾമേലാണ് എനിക്ക് അത്യാവശ്യം ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ബുക്ക് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഫോണിൻ്റെ 2 ബോക്സ് ഒരുമിച്ചിങ്ങാണ്ട് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ അതിനടുത്തായിട്ട് തന്നെ ഞാനിത് കോഴിക്കോട് നിന്ന് വാങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്, എന്നാലും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മണി പ്ലാന്റ്സ് എന്താ പറയുക വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനിതാ മാറാല തട്ടലും പൊടി തട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ തലേണ ഒന്ന് സെറ്റാക്കി വെച്ച് അങ്ങനെ നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീപ്പാക്കിയിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഒരു റൂം മാത്രമാണ് ക്ലീൻ ആക്കുന്നത്. പിന്നെ ഡൈനിങ് ഹാളും പിന്നെ കൊലായും മാത്രമാണ് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ഇതാ ഫൈനലി നമ്മൾ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.